അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അതിനു മുമ്പേ എൻ്റെ ഇൻട്രോ. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റൂളറ്റാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതായത് ഈ സംഭവം കറക്കും. ഈ സംഭവം കറക്കിയിട്ട് ഇവിടെ എല്ലാവരുടെയും പേരുണ്ട്. അങ്ങനെ ഇതിനകത്ത് ആരുടെയും പേര് വീഴുമ്പം ഇവിടെ ലോട്ടുണ്ട്. ആ ലോട്ടിനകത്ത് കുറേ ടാസ്കുകളുണ്ട്. ടാസ്ക് എന്ന് പറയാൻ ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലതൊക്കെ അഴുകായിരിക്കും, ചിലതൊക്കെ എൻ്റെ ആളെയും അതൊരെന്തമായിരിക്കും. അപ്പോൾ ആ ടാസ്ക് എടുത്ത് ആ പേര് വീണ ആൾ എടുത്തങ്ങോട്ട് ചെയ്യണം. അതാണ് സംഭവം. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് കറക്കാൻ പോകുന്നത് സെല്ലാമ്മയാണ് ഗൈസ്. പക്ഷേ നമുക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡറായിട്ട് നമുക്ക് സെബിനെ മേടിക്കുകയാണ്. സെബിൻ ചെയ്യാൻ നേരം സെല്ലാമ്മ ചെയ്യും, ഞാൻ ചെയ്യാൻ നേരം ഇത് രണ്ടുപേരും ചെയ്യും. ഞാൻ അപ്പം നമുക്ക് തുടങ്ങാം. വാവ്, കറക്കി ഗൈസ്. ആരുടെ പേരാണ് വരുന്നത്? അവളുടെ തന്നെ പേര് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്താണ് അവൾ എടുക്കാൻ പോന്നെ? എടുക്കടി. അപ്പം അവൾ എടുക്കട്ടെ ഗൈസ്. എന്താണ് 7up കുടിക്കണമെന്നാണ് ഗൈസ്. അതേമാതിരി കോപ്പിൽ ഇടപാടായിട്ടാണ്. അതെ, ഭയങ്കര വൃത്തിയായിട്ട് ലക്കായി പോയത്. അപ്പം 7up കുടിക്കുന്നതാണ് ഗൈസ് ടാസ്ക്. അപ്പം 7up ആണ് ഗൈസ് സെല്ലിന് കിട്ടിയിരിക്കുന്ന ടാസ്ക്. കുടിച്ചോളൂ പാട്ടി. ഒറ്റ വലിക്ക്. ശരിയല്ലേ? ഒറ്റ വലിക്ക് പോലെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ സമയത്ത്? ഇച്ചിരി കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ച്, അങ്ങനെ കുടിച്ചാൽ നെഞ്ച് കത്തി പോകുമെന്നാണ് ഗൈസ് അവൾ പറയുന്നത്. ഇവിടെ വോഡ്ക വല്ലതാണ് കുടിച്ചത്. ടേസ്റ്റ് വേണ്ടല്ലോ. അപ്പൊ ഗൈസ്, അപ്പൊ അടുത്തതായിട്ട് കറക്കാൻ പോകുന്നത് ചാച്ചനാണ്. ചാച്ചൻ 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 ഗൈസ്, ചാച്ചൻ. ആരുടെ പേരാണ് വരാൻ പോകുന്നത് നോക്കാം ഗൈസ്. സെലീൻ. അവളുടെ പേര് തന്നെ പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം സെലീൻ പിന്നെയും എടുക്കേണ്ടതാണ്. ഇങ്ങനെ ചോക്ലേറ്റ് ഇപ്പോൾ വരും, നോക്കിയിരുന്നു. ചോക്ലേറ്റോ? സൂപ്പറാണ് ഗൈസ്. ആശാത്തിക്ക് സാരി ഉടുത്ത് ഇനിയുള്ളതെല്ലാം നീ തീരുന്നിടം വരെ ആശാത്തി സാരി ഉടുത്താണ് ഇരിക്കാൻ പോകുന്നത്. അപ്പൊ സാരി ഉടുത്ത് ആശാത്തി വരുന്നതായിരിക്കും. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഗായ്സ്, അങ്ങനെ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രനുടൻ തിരിച്ചു വന്നിരിക്കുന്നു ഗായ്സ്. സെല്ലാമ്മ വിത്ത് ദ സാരി. ആ എൻട്രി. ഇതിലും ഞാൻ പാടത്തുകൊണ്ട് കോലമായിട്ടിടുന്നതായിരുന്നു അല്ലേ? അപ്പം ഇനിയുള്ള ടാസ്കുകൾ മൊത്തം ഇവളിങ്ങനെയാണ് ഗായ്സ് ഇടാൻ പോകുന്നത്. അങ്ങനെ ഗായ്സ് 2 ടാസ്കുകളാണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഗായ്സ്. എല്ലാവരും കൈയടിക്കൂ. അതെ, അപ്പം അടുത്ത ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കുന്നു ആച്ചുക്കുട്ടൻ. തടിയൻ ഓഫ് ദ ഹൗസ്. അച്ചുക്കുട്ടൻ കറക്കുകയാണ് ഗൈസ്. ഓ, ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് ഗൈസ്. പിന്നെയും മാറി വന്നോണ്ടിരിക്കുകയാണ് ഗൈസ് സെലിന്റെ പേര്. അടുത്തത് എന്താണ് ഗൈസ് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് മിക്കി പ്രശ്നമാണ് ഗൈസ്. സാരിയെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഗൈസ്
അങ്ങനെ എടുക്കാൻ പോവാണ് ഗൈസ്. എന്താണ് ടാസ്ക് എന്നുള്ളത്? മേക്കപ്പ് ആണ് ഗൈസ്, മേക്കപ്പ്. അതെന്ന് വെച്ചാൽ ഇവളവിടെ ഇരിക്കും, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അവളുടെ മുഖത്ത് മേക്കപ്പ് ഇട്ട് കളിക്കും. അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അപ്പൊ ഗൈസ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുവാണ് ഗൈസ്. അപ്പം ഒരു കെട്ട് സാധനങ്ങൾ ഇത് അവളുടെ സാധനങ്ങളാണ് ഗൈസ്. അപ്പം ഇതെല്ലാമൊക്കെ ആണെന്ന് എനിക്ക് ഒരു ഐഡിയ. അവനറിയാം ഗൈസ്. അപ്പം നമ്മൾ അവനെ മാറ്റി നിർത്തുന്നു. വേണ്ട, അപ്പം നമ്മള് ആദ്യമായിട്ട് ഇതെന്താന്ന് നോക്കാം. ഇല്ലാത്ത സാധനമൊക്കെയാണ് ഗൈസ് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് മേക്കപ്പിങ് തുടങ്ങാം ഗൈസ്. മേക്കപ്പിങ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. മേക്കപ്പ് ഡൺ ബൈ me. Call me for interesting makeup like this. DM. My Instagram ID is junior.stanley. _. ഓക്കെ, ഇങ്ങനെ മാസ്പരികമായ മേക്കപ്പ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. കണ്ടോളൂ, ദയനീയമായ മുഖങ്ങൾ കണ്ടോളൂ ഗൈസ്. അപ്പൊ അടുത്തത് കറക്കാൻ പോകുന്നത് സെലിൻ തന്നെയാണ് ഗൈസ്. ഇതെന്നെ ഇത് കറക്ക്, ഇതൊരുമാതിരി കാട്ടുജാതി പോലെ ഉണ്ടല്ലോ. എന്നോ ഇത് എനിക്ക് താങ്ങത്തില്ല. ഗൈസ് ചെറുതായിട്ടൊരു പണി പാളിന്ന് തോന്നുന്നു ഗൈസ്. എനിക്കാണ് ഗൈസ് അടുത്ത പണി കിട്ടിയിരിക്കുന്നത്. എല്ലാം ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. കർത്താവേ, നല്ല സൂപ്പർ ആയിരിക്കണേ. ബട്ടർ തിന്നണം എന്നാണല്ലേ? നക്കിയാ മതിയോ? ഗൈസ് ഇവിടെ ബട്ടർ ഉണ്ട് ഗൈസ്. ഓൺ ദ ഫ്ലോർ. ഇത്ര എടുത്താ പോലെ ഒരു സ്പൂൺ എന്നെ മേക്കപ്പ് ചെയ്തതിന്റെ അത്ര ഒന്നും ഇല്ലല്ലോ. It was at this moment that he knew he fucked up. പട്ടണം ചേർത്തിട്ടുണ്ട്. ബട്ടർ ആരും ചുമ്മാ തിന്നില്ല ഗൈസ്, തീട്ടമാണ് ഗൈസ്. എനിക്കിത് കാണുമ്പോഴാണ് ഗൈസ് ചിരി വരുന്നത്. അപ്പൊ അടുത്തതായിട്ട് കറക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. കൊണ്ടുവരാ, കൊണ്ടുപോവാ കറക്കാൻ പോവാണ് ഗൈസ്. ആരോ നീങ്ങി ഗൈസ്. ഈ മെഷീൻ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഗൈസ്. മെഷീൻ അല്ല, ഈ സാധനത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെയും എന്റെ ഷെബിനെന്തോ, ഷെബിനല്ലേലും ഭാഗ്യമാണ് ഗൈസ്. അതെ, ഇപ്പൊ ഇഞ്ചി തിന്നാൻ പോവാണ് ഗൈസ്. ഇഞ്ചി
മിക്കി ചേട്ടൻ ഡാൻസ് കളിക്കുന്നു. ഓ ഗായ്സ് വൈ ഇഞ്ചി അത്രയ്ക്ക് പാടാ? ഗൈസ് ചാച്ചന് ഇഞ്ചി ഒന്നും തിന്നാൻ പറ്റത്തില്ല. ഇഞ്ചി എനിക്ക് മാത്രം നല്ല സൂപ്പറാണ് കിട്ടുന്ന ഗൈസ്. ഇനി അടുത്തത് സെമിമോനാണ് കറക്കാൻ പോകുന്നത്. ഗൈസ് ഈശ്വര അവന്റെ പേര് തന്നെ പറഞ്ഞേ. കറക്കുമ്പോ റോക്കറ്റ് പോലാണല്ലോ പോകുന്നത്. സംഭവത്തിന് എന്തോ പ്രശ്നമാണ്. സത്യം എന്റെ പേര് മാത്രമേ എഴുതുന്നില്ല. എന്റെ പേര് മാത്രമേ ഞാനിപ്പോ രണ്ടെണ്ണം കഴിച്ചില്ല. ഇഞ്ചി കഴിച്ചു, ബട്ടർ കഴിച്ചു. ഇനി ഞാൻ കഴിക്കുന്നത് എടുക്കാം കഴിച്ചു. നമുക്ക് എടുത്തു കഴിച്ചു. ഞാനും കാണിക്കില്ല. വീടിനെ മറ്റേ 5 പ്രാവശ്യം ഓടുക. ഞാനില്ല കളിക്ക്. ഇത് പന്നക്കളി, ചെറ്റക്കളി, വൃത്തികെട്ട കളിയാ. അപ്പം എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് വീടിന് ചുറ്റും ഓടുക. അപ്പം നമുക്ക് വീടിന് ചുറ്റും ഓടാം ഗൈസ്. വാ ഓടാൻ തുടങ്ങാം. എണ്ണിക്കൂ. വീടിന് ചുറ്റും ഓടുന്ന മിക്ക എൻ്റെ പുറകെ വരുന്നു ഗൈസ്. അവൻ എന്നെ കടിക്കും ഗൈസ്. അപ്പം നമ്മൾ വീടിന് ചുറ്റും ഓടുന്നു ഗൈസ്. ഓക്കെ. ഓ മൈ ഗോഡ്. ഓ ഇങ്ങനെ കോഴ്സൊക്കെ ഉണ്ടോ? കടിച്ചു ഗൈസ്. ഇല്ല ഗൈസ്. ഒരു റൗണ്ട് കഴിഞ്ഞു ഗൈസ്. അടുത്ത റൗണ്ട്. എൻ്റെ സ്കൂബി എന്നെ ഇട്ട് ഓടിക്കുക. സ്കൂബി ഗൈസ് അയലോക്കാരെല്ലാം നോക്കുന്നുണ്ട് ഗൈസ്. അവരോർക്കുന്നു ഈ ചെറുക്കൻ എന്താ പറയാത്താണോ. 5 റൗണ്ട് കഴിഞ്ഞു ഗൈസ്. വെള്ളം വേണം ഗൈസ്. വെള്ളം താ. ഇനി ചാച്ചന്റെ പരിപാടിയാണ് ഗൈസ്. ചാച്ചൻ കറങ്ങാൻ പോണു ഗൈസ്. കിട്ടി ഗൈസ്. കിട്ടി കുട്ടറി കിട്ടി. അപ്പൊ 2 കാര്യമാണ് മുട്ട കിട്ടി ഗൈസ്. അപ്പം സെമിനാണ് ഗൈസ്. എടുക്കുക ഗൈസ്. വേപ്പല നീം സെബിനാണ് ഗൈസ് ഇത് മരത്തെ പോയി പറിച്ചത്. അപ്പൊ ഇത് സെബിൻ തന്നെ കഴിക്കുമ്പം സെബിൻ ഉണ്ടാവുന്ന അതെ അത് ഞാൻ പിക്ക് ചെയ്തതല്ല, അതുകൊണ്ട് കഴിച്ചു. കമോൺ ഞാനാ കഴിക്കാൻ സമയമില്ല. ചവയ്ക്കണം ചവച്ചില്ല, തുപ്പല് ചവയ്ക്ക്. ഓ മൈ ഗോഡ്. ആരും കഴിക്കല്ലേ ഗൈസ്. നിന്നോടല്ലേ കഴിക്കാൻ പറഞ്ഞു. സോറി
നന്നായിട്ട് എഴുതിയിട്ട് ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ടാസ്കിലേക്ക് പോവാം ഗൈസ്. അപ്പൊ ഗൈസ് ദി ലാസ്റ്റ് റൗണ്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ സെബിൻകുട്ടനാണ് ഗൈസ്. സെബിൻകുട്ടൻ ദ തടിയൻ ഓഫ് ദ ഹൗസ്. ഓ ഇതൊക്കെ എന്നവാ. അപ്പം സെബിൻ കറക്കാൻ പോവാണ് ഗൈസ്. കറക്ക് റോക്കട്ടോ പോവാണെന്ത് ഗൈസ്, നമുക്ക് നോക്കാം. കുരുപ്പ് തന്നെ കുഴിച്ചു കുരുപ്പ് തന്നെ വീണ് ഗൈസ്. കുരുപ്പിനെ തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പൊ കുരുപ്പ് എടുക്കാൻ പോവാണ് ഗൈസ്. കുരുപ്പ് മറ്റേ നോക്കിയൊക്കെ കള്ളനാണ് കുരുപ്പ് എന്നെ നോക്കിയൊക്കെ എടുക്കുന്നു. ഞാനില്ല കളിക്കാൻ, ഞാനില്ല. ഞാൻ പോയിക്കോട്ടെടുത്തു. അവന് കൊഴുക്കും പഴം കൊടുക്ക്, തിന്നടാ തിന്ന്. നല്ല പഴമാണോ? പഴം തിന്നു. കണ്ടോ കഴിച്ച അവന് പഴം കിട്ടിയില്ല. അവന് പഴം. അപ്പൊ ഗൈസ് അങ്ങനെ എല്ലാ ടാസ്കുകളും ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചലഞ്ചുമായിട്ടും പ്രാങ്കുമായിട്ടും വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ. താങ്ക് യു.